ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് അരച്ച് വെക്കുന്ന ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ നേരെ ചെല്ലുന്നത് മാവ് അരച്ച പാത്രത്തിൻ്റെ അടുത്തോട്ടാണ്. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ പിന്നെ പല്ല് പോലും തേക്കാൻ പോകാറുള്ളൂ. ഇന്നലെ ഞാനൊരു കുക്കറിനകത്താണ് മാവ് അരച്ചൊഴിച്ച് വെച്ചിട്ടുള്ളത്. കുക്കറിൻ്റെ പ്രത്യേകത കൊണ്ടാണോ ഞാൻ അരച്ചതിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, മാവ് നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ ഇഡ്ഡലി എല്ലാം ആവിയിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് സാമ്പാർ തയ്യാറാക്കാൻ കഷ്ണങ്ങളും പരിപ്പും ഉപ്പും കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും തക്കാളി ഞാൻ വഴറ്റിയാണ് ചേർക്കാറ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പം സാമ്പാർ ഇതാ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഈ സമയത്ത് ഞാനൊരു ചട്നി കൂടെ അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അവസാനം ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നൊന്ന് പറയണേ. ഇപ്പോൾ ചട്നിയും തയ്യാറായി. ഇനി വാഴയിലയിലേക്ക് ആ പൂ പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ. എന്താണ് ഒരു ടേസ്റ്റ്! രാവിലെ തന്നെ ഇങ്ങനെയൊന്ന് കിട്ടുമ്പോൾ വളരെ സുഖമല്ലേ. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ